അപ്പോൾ വിഹാൻ്റെ പാട്ടോടുകൂടി ഇന്നത്തെ കലാപരിപാടി ആരംഭിക്കുകയാണ്. ഒന്നുമില്ല, പപ്പയ്ക്ക് എന്തെങ്കിലും പാടിക്കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് ആളൊന്ന് ആക്റ്റീവ് ആകുക. എന്താ വെച്ചാൽ അവൻ്റെ പപ്പ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് ടാറ്റ കൊടുക്ക്, പപ്പയ്ക്ക് പാടിക്കൊടുക്ക്, പപ്പ വിളിക്കുന്നതൊക്കെ പറഞ്ഞാൽ ആളിനെ അനുസരിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മളത് പിന്നെ ഒരു ചെക്കപ്പിന് വന്നതാണ് കോഴിക്കോട് ടൗണിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവനൊരു ബീച്ചിലൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഓട്ടോയിൽ കയറിയാൽ എപ്പോഴും ആളിങ്ങനെയാണ്, ആൾ ചെവി പൊത്തിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല അതിൻ്റെ പിന്നിലെ രഹസ്യം. അപ്പോൾ നമ്മൾ കോഴിക്കോട് പോവുകയാണ്. എസ് കെ പൊറ്റക്കാട് പാവം ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം രാവിലെ തന്നെയാണ് നമ്മൾ വന്നത്. നമ്മുടെ ചെക്കപ്പും കാര്യം പെട്ടെന്ന് തന്നെ കഴിഞ്ഞതുകൊണ്ടാണ് തിരക്കും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അധികം. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി കേട്ടോ. അപ്പോൾ നോക്കുമ്പം അവിടെ നിറയെ വെള്ളക്കെട്ടും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. നമ്മളത് അന്വേഷിച്ച് കുറേ നടന്നു. അതുപോലെ ലാസ്റ്റ് ഫ്രണ്ടിലാണ് കുറച്ച് ഒരു സ്ഥലം കിട്ടിയത്, കുറച്ച് ഹൈജീനായിട്ടുള്ള സ്ഥലം കിട്ടിയപ്പോൾ പിന്നെ അവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്ത്. പക്ഷേ കോമഡി അതൊന്നുമല്ല, കടൽ കാണിക്കാൻ കൊണ്ടുവന്ന ആളിതേ ബോധം കെട്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ കുത്തിപ്പൊക്കി എടുത്തു കേട്ടോ. ലാസ്റ്റ് നമ്മളത് എൻട്രൻസ് വഴി അങ്ങോട്ട് ഇറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബീച്ചിൽ ഈ മാറ്റമൊക്കെ വരുത്തിയതിന് ശേഷം വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. മുന്നേ കുറേ തവണ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഹൈജീൻ ആയമാതിരി തോന്നുന്നുണ്ട്. പക്ഷേ കുറേ ഉപ്പിലിട്ട ഐറ്റംസും കാര്യമൊക്കെ മിസ് ചെയ്യുന്ന പോലെ. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ നമ്മളതേ കടലിലേക്ക് ഇറങ്ങി. അവനെങ്ങനെയാണ് എക്സൈറ്റഡ് ആവുമോ പേടിക്കുമോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ആൾ ഭയങ്കര കൂളാണ്. കണ്ടോ, കടലിലുള്ള കളിയാണ്. ഞാൻ കുറച്ച് വെള്ളത്തിലൊക്കെ വെച്ച് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഒന്ന് പേടിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആൾക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. അവൻ എന്നെ വലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവനൊരു പേടിയില്ല. അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെയാണ്, ഒന്നിനെയും പേടിയില്ലാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ ക്ഷീണിച്ചപ്പോൾ ചെസ് നമ്പർ 2 ഞാൻ കളത്തിലിറക്കി. അങ്ങനെ അമ്മച്ചനും മോനുള്ള കളിയാണ് പിന്നെ. പക്ഷേ ഞങ്ങൾ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ ആൾക്കൊരു കുലുക്കില്ല, ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആളിനെ പിടിച്ച് പോണ്ടാവും നോക്കുമ്പോൾ അതേ കിടക്കുന്നത് കുറച്ച് പ്രാവുകൾ. പിന്നെ അത് കാണണമെന്നായി. അങ്ങനെ നിലത്ത് വെച്ച് കൊടുത്തപ്പോൾ പിന്നെ അതിൻ്റെ പുറകെളോട്ടത്തിലാണ്. പരിപാടിയിലേക്ക് കടന്ന് ഫുഡടി. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഞാൻ പോയത് തന്നെ കോളിഫ്ലവർ കഴിക്കാനാണ്. പക്ഷേ ചൂടുണ്ടായിരുന്നില്ല കേട്ടോ ഒട്ടും, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ കാടമുട്ടയും കല്ലുമ്മക്കായും കോളിഫ്ലവറൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ.